ന്യൂസ് 16 കേരള. ഗസയിൽ വീണ്ടും കരയാക്രമണം തുടങ്ങി ഇസ്രയേൽ. ഗസയിൽ ഭാഗികമായ രീതിയിൽ കരയാക്രമണം തുടങ്ങി ഇസ്രയേൽ. നെറ്റ്സരീം ഇടനാഴിയുടെ നിയന്ത്രണം തിരികെ പിടിക്കുന്നതിനായാണ് ആക്രമണം. ഗസ വിഭജിക്കുന്നതും പ്രദേശത്തിന്റെ നിയന്ത്രണത്തിന് അത്യാവശ്യമെന്നും കരുതുന്ന റോഡാണ് നെറ്റ്സരീം. ഈ പാതയുടെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുന്നതിനായാണ് ഇസ്രയേൽ പ്രധാനമായും ആക്രമണം പുനരാരംഭിച്ചിരിക്കുന്നത്. ബുധനാഴ്ച മാത്രം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 70 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 436 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 153 കുട്ടികളും ഉൾപ്പെടുന്നു. ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ 49,547 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1,12,719 പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. നേരത്തെ ഗസയിലേക്ക് സഹായം എത്തുന്നത് 18 ദിവസമായി ഇസ്രയേൽ തടഞ്ഞതാണ് സ്ഥിതി രൂക്ഷമാക്കിയത്. ഹമാസിനെ തകർക്കുകയും ഗസയുടെ ഭാവിയിൽ അവർക്ക് പങ്കില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണം തുടരുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇരു കൂട്ടരും ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലവിലിരിക്കെ പുതിയ കരാറിന്റെ ആവശ്യമില്ലെന്ന് ഹമാസ് വക്താവ് താഹിർ അൽ-നോനോ പറഞ്ഞു. ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.